അത് ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ ഗോതമ്പ് പൊടിയും പാലും കൊണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഈ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് പഞ്ചസാര, 4 ടീസ്പൂൺ ഗോതമ്പ് പൊടി, 1 ടേബിൾ സ്പൂൺ ബട്ടർ, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇത്രയും ചേരുവകൾ കൊണ്ട് മാത്രം തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ നമുക്ക് പാനിലോട്ട് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന 4 ടീസ്പൂൺ ഗോതമ്പ് പൊടി, ഇതിൽ നിന്ന് കുറച്ച് പാലെടുത്തതിന് ശേഷം അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അടിയിൽ പിടിക്കാത്ത ടൈപ്പ് പാത്രങ്ങൾ വേണം ഇത് ചെയ്തെടുക്കുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് നോൺ സ്റ്റിക്കോ അങ്ങനെ ഏതെങ്കിലും പാത്രങ്ങൾ യൂസ് ചെയ്യാം. ഇതൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ പഞ്ചസാര എടുക്കാം. പഞ്ചസാര നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയുടെ മിക്സ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് ഇതൊന്ന് തിക്കായി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നല്ല കുട്ടികൾക്ക് കൊടുക്കുന്ന കുറുക്കിൻ്റെ ഒരു പരുവാവുന്നത് വരെ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നല്ലതായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്നിനി തണുക്കാൻ വേണ്ടി വെക്കണം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇത് അതിലോട്ട് മാറ്റാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ ഓപ്ഷണലാണ്. ബട്ടർ ഇല്ലാതെയും ഇത് ഉണ്ടാക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് വരും. ബട്ടറും കൂടി ചേർത്തിട്ട് ഒരു 3 മിനിറ്റ് നമുക്ക് നന്നായിട്ട് തന്നെ അങ്ങ് അടിച്ചെടുക്കാം. അപ്പോൾ 3 മിനിറ്റ് അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോട്ട് മാറ്റാം. ഇതിനി നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നുകൂടി നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. 2-3 മിനിറ്റ് അടിച്ചെടുത്താൽ മതിയാവും. നല്ല തിക്ക് ക്രീമി കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒന്നുകൂടി അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ സെയിം കണ്ടെയ്നറിലോട്ട് തന്നെ മാറ്റാം. ഇനി ഇതൊരു 6-7 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ക്ലിംഗ് റാപ്പ് കൊണ്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ഐസ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിംഗ് റാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്ത് നമുക്കൊരു 6-7 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഫ്രിഡ്ജിൽ നിന്ന് ഞാനിപ്പോൾ ഒരു 2 മിനിറ്റായി പുറത്തെടുത്ത് വെച്ചിട്ട് നല്ല സൂപ്പർ ഐസ്ക്രീം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഐസ്ക്രീം കിട്ടും. അപ്പോൾ
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ബൈ.